കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് നീങ്ങുമ്പോൾ UDF ക്യാമ്പിൽ ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം മറ്റൊന്നുമല്ല, ആരാകും അടുത്ത മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ശീതയുദ്ധം. അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും ഇതൊരു ചർച്ചയായി കഴിഞ്ഞു. എന്നാൽ ഈ ചർച്ചയിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ശശി തരൂർ MPയും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും. തിരുവനന്തപുരം നേമത്ത് KS ശബരിനാഥിന്റെ പ്രചാരണത്തിനെത്തിയപ്പോഴാണ് തരൂർ മനസ്സു തുറന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചയുടെ ആവശ്യം ഇപ്പോൾ ഒട്ടുമില്ല. തെരഞ്ഞെടുപ്പിന് മുൻപേ ഒരാളെ ഉയർത്തിക്കാട്ടുന്ന രീതി കോൺഗ്രസിനില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആദ്യം ജയിക്കുക, ജനവിധി നേടുക, അത് കഴിഞ്ഞാൽ MLA-മാരുടെ അഭിപ്രായം കേട്ട് ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനമെടുക്കുക. ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങൾ തികച്ചും അനാവശ്യമാണെന്നാണ് തരൂരിന്റെ പക്ഷം. നേമത്തെ പോരാട്ടത്തെക്കുറിച്ചും തരൂർ ശുഭപ്രതീക്ഷ പങ്കുവച്ചു. നേമത്ത് ശബരിനാഥൻ സിക്സർ അടിക്കും എന്നായിരുന്നു തരൂറിന്റെ ആത്മവിശ്വാസം. BJPയുടെ വോട്ടുകൾ ഇത്തവണ പാഴാകുമെന്നും UDFന് ആരുമായും രഹസ്യധാരണകളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങളുടെ ഏക ഡീൽ അത് ജനങ്ങളുമായിട്ടാണ്. CPM BJP ഡീൽ ആരോപണങ്ങൾക്കിടയിൽ തരൂറിന്റെ ഈ വാക്കുകൾ രാഷ്ട്രീയമായി ഏറെ ശ്രദ്ധേയമാണ്. സമാനമായ നിലപാടാണ് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയും സ്വീകരിച്ചത്. മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ UDFൽ ഒരു അനൈക്യവുമില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കോൺഗ്രസ് ആരെ നിശ്ചയിച്ചാലും ലീഗ് അതിനെ പൂർണ്ണ മനസ്സോടെ പിന്തുണയ്ക്കും. ഇതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പക്ഷം. അതായത് മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി മുന്നണിക്കുള്ളിൽ തർക്കമുണ്ടാകില്ലെന്ന ഉറപ്പാണ് ലീഗ് നൽകുന്നത്. തിരഞ്ഞെടുപ്പിലെ രഹസ്യ ധാരണകളെക്കുറിച്ചും കുഞ്ഞാലിക്കുട്ടിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. സംസ്ഥാനത്ത് CPM BJP ഡീൽ ഉണ്ടായാലും അതിനെയെല്ലാം മറികടക്കാൻ UDFന് കരുത്തുണ്ട്. അത്തരമൊരു കുതിപ്പായിരിക്കും ഇത്തവണ മുന്നണി കാഴ്ചവെക്കുകയെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മഞ്ചേശ്വരത്തെ സാഹചര്യത്തെക്കുറിച്ചും കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചു. SDPI സ്ഥാനാർത്ഥിയെ നിർത്തി മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ നീക്കം നടത്തുന്നുണ്ട്. എന്നാൽ വോട്ട് ഭിന്നിച്ചു പോകാതിരിക്കാൻ UDFന് കൃത്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ കായംകുളത്തെ UA പ്രതിഭ MLA-ക്കെതിരെ ലീഗ് നേതാവിന്റെ അധിക്ഷേപ പരാമർശത്തിൽ പാർട്ടി മാതൃകാപരമായ നടപടി എടുത്തു കഴിഞ്ഞു. സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം പ്രവണതകൾ മുസ്ലിം ലീഗ് വെച്ചുപുറപ്പിക്കില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി കർശനമായ താക്കീത് നൽകി. ചുരുക്കത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പുകച്ചിലുണ്ടെങ്കിലും ഘടകകക്ഷികളെയും ഹൈക്കമാൻഡിനെയും വിശ്വസിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് UDF ശ്രമം. പക്ഷേ വോട്ടെടുപ്പ് അടുക്കും തോറും ഈ മുഖ്യമന്ത്രി കസേര ചർച്ച മുന്നണിയെ എങ്ങോട്ട് നയിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം.